ദളിത് ക്രൈസ്തവർക്ക് വിവിധ ആനുകൂല്യങ്ങളും സുരക്ഷയും ഉറപ്പാക്കാൻ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ദളിത് ക്രൈസ്തവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉറപ്പു നൽകി. ദളിത് ക്രൈസ്തവർ അനുഭവിക്കുന്ന വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് ഇന്ത്യൻ ക്രിസ്ത്യൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവിന് നിവേദനവും നൽകിയിട്ടുണ്ട്. ഈ പരാതികളിൽ അനുഭാവപൂർണമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ദളിത് ക്രൈസ്തവ സഭാ നേതൃത്വ യോഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ദളിത് ക്രൈസ്തവ വിഭാഗങ്ങളുടെ ദീർഘകാല ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് നിരവധി വാഗ്ദാനങ്ങളാണ് UDF മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ദളിത് ക്രൈസ്തവർ സാമൂഹികമായും സാമ്പത്തികമായും വലിയ വിവേചനം അനുഭവിക്കുന്നുണ്ടെന്നും അവർക്ക് അർഹമായ ഭരണഘടനാപരമായ സംരക്ഷണം ഉറപ്പാക്കാൻ UDF പ്രതിജ്ഞാബദ്ധരാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ദളിത് ക്രൈസ്തവർക്ക് പ്രത്യേക സംവരണം ഏർപ്പെടുത്തണമെന്നത് കാലങ്ങളായുള്ള ആവശ്യമാണ്. നിലവിൽ ദളിത് ക്രൈസ്തവരുടെ സ്ഥിതി ദളിതരേക്കാൾ കഷ്ടമാണെന്നും അവർക്ക് പ്രത്യേക സംവരണം ഏർപ്പെടുത്തണമെന്നും അദ്ദേഹം നേരത്തെയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർക്ക് നിയമപരമായ സംവരണം ലഭ്യമാക്കാൻ ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കാനും അതിന് മുൻകൈയെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ദളിത് ക്രൈസ്തവർക്ക് ദളിത് വിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന അതേ ആനുകൂല്യങ്ങളും സുരക്ഷയും ഉറപ്പാക്കാൻ നടപടിയെടുക്കും. അതേസമയം മുമ്പ് നിലനിന്നിരുന്നതും എന്നാൽ LDF സർക്കാരിന്റെ കാലത്ത് നിർത്തലാക്കിയതുമായ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ മുൻഗണനാക്രമത്തിൽ പുനഃസ്ഥാപിക്കും. എയ്ഡഡ് സ്ഥാപനങ്ങളിലെ ദളിത് ക്രൈസ്തവ വിദ്യാർത്ഥികൾക്ക് നിഷേധിക്കപ്പെട്ട സ്റ്റൈപ്പൻ, ലബ്സം ഗ്രാന്റ് എന്നിവ പുനഃസ്ഥാപിക്കുമെന്നും ഉറപ്പു നൽകിയിട്ടുണ്ട്. ക്രൈസ്തവ വിഭാഗങ്ങളുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ശുപാർശ ചെയ്ത JB കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കും. കൂടാതെ അതുപോലെ ദളിത് ക്രൈസ്തവരുടെ അവസ്ഥ നിലവിൽ അതീവ ദയനീയമാണെന്നും അവർക്ക് അർഹമായ സാമൂഹിക നീതിയും തുല്യതയും ഭരണഘടനാപരമായി ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്ത് ക്രൈസ്തവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതിൽ അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തി. ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സംസാരിച്ചു. കൂടാതെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ദളിത് ക്രൈസ്തവ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ദളിത് ക്രൈസ്തവർ അനുഭവിക്കുന്ന സാമൂഹിക അവഗണനകൾ പരിഹരിക്കാനും UDF പ്രതിജ്ഞാബദ്ധമാണെന്ന് വ്യക്തമാക്കി. കൂടാതെ ദളിത് ക്രൈസ്തവരെ SC പട്ടികയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനൊപ്പം സംസ്ഥാനത്ത് പ്രത്യേക വികസന പദ്ധതികൾ നടപ്പിലാക്കാനും UDF മിഷൻ 2026 ലക്ഷ്യമിടുന്നു. ഈ പ്രഖ്യാപനങ്ങളുടെ പശ്ചാത്തലത്തിൽ ദളിത് ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾ UDFന് പൂർണ്ണ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ഈ പ്രഖ്യാപനങ്ങൾ ദളിത് ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ വലിയ രാഷ്ട്രീയ സ്വാധീനമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മിഷൻ 2026 പദ്ധതിയുടെ ഭാഗമായി എല്ലാ വിഭാഗങ്ങളെയും ഒപ്പം നിർത്തി തിരഞ്ഞെടുപ്പിനെ നേരിടാനാണ് UDF നീക്കം. 100-ലധികം സീറ്റുകൾ ലക്ഷ്യം വെച്ചാണ് UDF മിഷൻ 2026 വിഭാവനം ചെയ്തിരിക്കുന്നത്. വെറുമൊരു രാഷ്ട്രീയ മുന്നണി എന്നതിലുപരി എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു വിപുലമായ രാഷ്ട്രീയ വേദിയായി UDFനെ മാറ്റാനാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്.